Next one, branches of yoga or types of yoga. First one, Hatha Yoga. Yoga of posture. This branches of yoga uses physical poses or asana, breathing techniques or pranayama, and the meditation to achieve better health. It is the most common yoga. സാധാരണ ഒരു കോമൺ യോഗയാണ്. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന യോഗ അല്ലേ, കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. The branches of yoga use physical poses. ഇതിലെന്താ ഫിസിക്കൽ പോസ് അല്ല ആസന, അതിൽ പ്രാക്ടീസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള പ്രാക്ടീസുകൾ ആസനാസ് ഒക്കെ ചെയ്യും. ബ്രീത്തിങ് ടെക്നിക്സ് പ്രാണായാമം ചെയ്യും. അതിൻ്റെ മെഡിറ്റേഷൻ ഉണ്ടാവും, ധ്യാനത്തിലിരിക്കും. ടു അച്ചീവ് ബെറ്റർ ഹെൽത്ത്, നല്ല ഹെൽത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും അല്ലേ. The aim of Hatha Yoga is to eliminate toxin within the body that accumulate due to the dietary habits. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ഒഴിവാക്കുന്ന ഈ ഇത്തരത്തിലുള്ള ആസന കൊണ്ടും അതുപോലത്തെ പ്രാണായാമമൊക്കെ ചെയ്തിട്ട് നമ്മളെ ഡയറ്ററി ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ബോഡി വേസ്റ്റുകൾ, ടോക്സിൻസ്, ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹഠയോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഭക്തി യോഗ ഓർ യോഗ ഓഫ് ഡിവോഷൻ. സെക്കൻഡ്, ഭക്തി യോഗ ഈസ് എ സിസ്റ്റം ഓഫ് ഇൻറ്റൻസ് ഡിവോഷൻ. ഒരു സിസ്റ്റമാണ്, ഒരു തീവ്രമായിട്ടുള്ള ഒരു ഭക്തി, ഒരു പ്രാർത്ഥനയാണ് ഭക്തി യോഗ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭക്തി യോഗ ചെയ്യുന്ന ഒരു വ്യക്തി, ഹിസ് ഹാർട്ട് ഈസ് പ്യുവർ, അയാളുടെ ഹാർട്ട് പ്യുവർ ആയിരിക്കും. ഹി വുഡ് ബി കൺസിഡർഡ് എ സെയിന്റ്, ഒരു പുണ്യാളൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തി അല്ലേ, പുണ്യാളനായിരിക്കും, അല്ലെങ്കിൽ നല്ല യോഗിയായിരിക്കും. അതിൻ്റെ ഭക്തി യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതായത് അയാൾക്ക് ഈഗോ ഉണ്ടാവില്ല, അയാൾക്ക് ഈഗോ ഒന്നും മറ്റുള്ള അയാൾക്ക് എനിമീസ് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള അയാൾ ഹമ്പിളായിരിക്കും. ഹാപ്പിനെസ്സും സോറോന്നൊക്കെ വിട്ടു നിൽക്കുന്ന അയാൾ അതിനെ എഫക്റ്റ് ചെയ്യില്ല. അയാൾക്ക് പിന്നെ ഗീഡ്, ഇൻജസ്റ്റിസ് അത്തരത്തിലുള്ളതൊന്നും അയാൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. രാജയോഗ or yoga of self-control. The king of yogas and is based on the teachings of 8 limbs of yoga found in Yoga Sutrയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. 8 limbs നമ്മളിത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് രാജയോഗ ഇതിനെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അഷ്ടാംഗ യോഗ എന്നുള്ള രാജയോഗ ചർച്ച ചെയ്തതാണ്. ഇത് എക്സ്റ്റേണൽ 5ഉം ഇന്റേണൽ 3 അല്ലേ ചർച്ച ചെയ്തതാണ്. യാമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, അത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സെൽഫ് ഡിസിപ്ലിന്, സോഷ്യൽ ഡിസിപ്ലിൻ, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള ധാരണ, ധ്യാന, സമാധി അല്ലേ, നേരത്തെ നമ്മൾ ഡീപ്പായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, രാജയോഗ. ജ്ഞാനയോഗ or yoga of mind. Yoga that is basically deals with the mind and such it focuses on man's intelligence. മനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് ആണ്, നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. സെൽഫ് അനാലിസിസ് ഓഫ് ഒരാളെ സ്വയം നമ്മൾ അനലൈസ് ചെയ്യാം. അതിൻ്റെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും എല്ലാ ആസ്പെക്റ്റിലൊക്കെ നമ്മൾ സെൽഫ് റിയലൈസേഷൻ അനലൈസ് ചെയ്യുക, ആ കാര്യങ്ങൾ. അതായത് ജ്ഞാനയോഗൻ്റെ ഒരു ടെക്നിക്കാണ് ഇതൊക്കെ, ഈ സെൽഫ് റിയലൈസ് ചെയ്യേണ്ടത്. അതുപോലെ ജ്ഞാനയോഗ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ, ഒരു പ്രത്യേക ലെവലിലെത്തിയ ആളുകൾക്ക്, അതായത് മെഡിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ് ധ്യാനം അല്ലേ, ധ്യാനിൻ്റെ ആ ലെവലിലെത്തിയിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ ഒരു ലെവലിലെത്തിയ ആളുകൾക്ക് മാത്രമേ ജ്ഞാനയോഗ ചെയ്യാൻ സാധിക്കുള്ളൂ. അതെത്തിക്കഴിഞ്ഞാൽ ജ്ഞാനയോഗ ചെയ്തു കഴിഞ്ഞാൽ ധാരണയിലെത്തും അല്ലേ, ധാരണത്തും അത് കഴിഞ്ഞിട്ട് നേരെ സമാധിയിലേക്ക് എത്തും കേട്ടോ. ജ്ഞാനയോഗ
So Karma Yoga or Yoga of Service. Karma Yoga is the path of service. It is believed that your present situation is based on your past action. നിങ്ങൾ എന്താണോ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമായിരിക്കും എന്താണ് നിങ്ങൾ ഇപ്പം യുവർ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇപ്പം ഈ പ്രസൻറ്റിൽ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. നിങ്ങൾ സുഹൃതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പഴയ ആളുകൾ ചെയ്തതിൻ്റെ സുഹൃതം നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അച്ഛനും വലിയച്ഛനൊക്കെ ചെയ്ത സുഹൃതങ്ങൾ അത് അവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് അല്ലേ? ഈ കർമ്മയോഗ അല്ല ഫിസിക്കൽ കർമാസ് എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഫിസിക്കൽ കർമാസ് ചെയ്യുന്നതാണ്. എന്തിനാണ് ചെയ്ത് ഫിസിക്കൽ ആക്ഷൻസ് ചെയ്യും അല്ലേ? എന്തിനാണ് ചെയ്യുന്നത്? അവരൊക്കെ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഫിനാൻഷ്യൽ ഇതിന് വേണ്ടിയിട്ട്, പിന്നെ ഡിസയറിന് വേണ്ടിയിട്ട്, സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയൊക്കെയാണ് ഈ കർമ്മ യോഗ ചെയ്യുന്നത്, കർമ്മ ചെയ്യുന്നത്, ഫിസിക്കൽ കർമാസ് ചെയ്യുന്നത്. ദ മോട്ട് ഓഫ് കർമ്മ യോഗ ഈസ് ഗീവ്, നൽകുക, പ്രൊവൈഡ് ചെയ്യുക, നൽകുക. അതായത് നമ്മൾ ഇങ്ങോട്ട് നോട്ട് ടേക്ക്, നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കർമ്മയോഗ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് മാത്രം ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ തന്ത്ര യോഗ or yoga of rituals is about using rituals to experience what is sacred. Using rituals പ്രാർത്ഥന നിരതായിട്ട് to experience what is sacred, ശുദ്ധമായിട്ടുള്ള ദൈവത്തിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ത്രവും മന്ത്രവും കൊണ്ട് റിച്വൽസ്. ഇതിൽ എന്ന് പറയുന്നത് പറഞ്ഞാൽ പഴയ കാലത്ത് ഒക്കെ ഇബ്നു ബത്തൂത്ത പറഞ്ഞൊരു സഞ്ചാരി ഉണ്ടായിരുന്നു. അയാൾ അറേബ്യൻ സഞ്ചാരി. അയാൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്തൊക്കെ അയാൾ ഒരു ഭാഗത്തുനിന്ന് വരുമ്പോൾ അയാൾ മരത്തിൻ്റെ തണലിൽ ഒരു യോഗി ഒരേ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അയാൾ തിരിച്ചു പോകുമ്പോൾ അയാൾ അതേ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ അതൊക്കെയാണ് റിച്വൽസ്, തന്ത്രയോഗ. അതായത് ഒരു യോഗി അയാൾ ആ പൊസിഷനിലിരിക്കുക, അത് ദൈവത്തിലേക്ക് ആത്മാവിലായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് തന്ത്രയോഗ. അതിലൂടെ എന്താണ് നമുക്ക് സെൽഫ് ഡിസിപ്ലിന്, മെൻ്റൽ പേഴ്സണാലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കുറേ ജപയോഗ എന്നൊക്കെ ഇതിന് പറയും. സിറ്റിംഗ് മോഷൻസ്, അതായത് നമ്മൾ ഇളകാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് യോഗ ഇവിടെ അവസാനിക്കുകയാണ്.